സ്നോ വീണുകൊണ്ടിരിക്കുക. സ്നോ വീണ് പുല്ലെല്ലാം നല്ല വെളുത്തിട്ടുണ്ട്. അടിപൊളി, നല്ല കിടുകിടാ തണുപ്പ്. ആ അപ്പുറത്തെ വീടിൻ്റെ എല്ലാം മുകളിൽ ടെറസെല്ലാം നല്ല വെളുത്തിട്ടുണ്ട്. നല്ല പുല്ല്, ഭിത്തിയുടെ മുകളെല്ലാം വെള്ളയായിട്ടുണ്ട്. ആമിയുടെ ടെക്നോളജി, ഐസ് സ്നോ പിടിക്കാൻ വേണ്ടി ആമിയുടെ ടെക്നോളജിയാണിത്. എത്ര സെൻറ്റിമീറ്റർ സ്നോ വീണെന്ന് അറിയാൻ വേണ്ടി ആമി വെച്ചേക്കുന്നതാണിത്. അത് ഏകദേശം നിറഞ്ഞു വരുന്നുണ്ട്. ഇത് നമുക്ക് തൊടാനുള്ള അനുവാദമില്ല. ആ ടേബിളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ആ ടേബിൾ ഔളി നോക്കിയിട്ട് ഐസൊക്കെ ഇരിക്കുവാണ്. കുപ്പിപ്പുറം കുറച്ചങ്ങോട്ട് നടക്കാം. നോക്കിക്കേ, നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാവേ. ഇവിടെ എല്ലാം നിറഞ്ഞു പോയടേ. ഇവിടെ നടക്കാൻ പറ്റില്ല. വെള്ളം ഐസ് വീണിട്ടേ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. വെള്ളമായിട്ട് കിടക്കുന്നുണ്ട്. വെള്ളം കണ്ടോ? ഇതുണ്ട് നമ്മുടെ വേസ്റ്റ് ബിന്നിൻ്റെ അടപ്പ. വീട് മുകളിലെല്ലാം ഇലകളിലൊക്കെ ഉണ്ട്, ഐസുണ്ട്. നോക്കട്ടെ, കുട പിടിച്ചേക്കുന്നുണ്ടാണ്. അമ്പെല്ലാം കൂടിയിട്ടുണ്ട്. നോക്കിക്കേ, ഐസ് വീണിട്ട് സ്വിമ്മിംഗ് പൂളിലെ വെള്ളം ഫ്രീസായി ഐസായിട്ടുണ്ട്. ഞാൻ തൊട്ട് കാണിക്കാം. ഒരു വടിയെടുത്ത്. നമ്മുടെ കൃഷിയിടം ഇങ്ങോട്ട് ഹെവിയാണല്ലോ ഇവിടെ. ഇത് നമ്മുടെ കൃഷിയിടം നോക്കിയേ, കൃഷി സ്ഥലം മുഴുവൻ വെളുത്ത ഫാം. തണുപ്പ് ഞാൻ നല്ല പൈസ കെട്ടതോടായി. അത് ഒനിയനായിരുന്നു. ഒനിയനൊക്കെ പോയി. സ്റ്റിക്ക് എടുത്തതാണ്. ഒരു സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് നമ്മുടെ ആപ്പിൾ ട്രീ ഒരൊറ്റ ഇല പോലും ഇല്ലാതെ ഐസൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ആപ്പിൾ ട്രീ. നമ്മുടെ ആപ്പിൾ ട്രീ മാത്രമല്ല, അപ്പുറത്തെ ആപ്പിൾ ട്രീ ആണത്. അതും അങ്ങനെ തന്നെ. ഓക്കെ, ലെറ്റ്സ് സീ. നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. സ്വിമ്മിംഗ് പൂൾ ഐസ് ആയിട്ടില്ല കേട്ടോ. മുകളിൽ ഇങ്ങനെ അടിയിൽ വെള്ളമുണ്ട്. മുകളിൽ ഐസ് വീണിട്ട് ഞാൻ ഐസ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് നാളെ ആകുമ്പോഴത്തേക്ക് ഫ്രീസായി കിടക്കും. രാവിലെ നോക്കാം നമുക്ക്. ഇലയൊക്കെ മഞ്ഞ നിറത്തിലായിട്ടുണ്ട്. തണുപ്പ് ഇപ്പം ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് സ്നോ കേട്ടോ. ഇനി ഫ്രണ്ട് സൈഡിൽ പോകാം. നമ്മുടെ വീടിൻ്റെ മുകളൊക്കെ നോക്കിക്കാം. നമ്മുടെ വെളുത്ത ടെറസ്. സൈഡിലോട്ട് കാല് പോയാൽ നമ്മൾ വെള്ളത്തിലാവും. ഓക്കെ, ഇപ്പോൾ ഒരല്പം സ്നോ കുറഞ്ഞിട്ടുണ്ട്.